നമ്മോടൊപ്പമുള്ളത് റാണി ശരൺ ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗമാണ്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഒപ്പം രാഹുൽ ഈശ്വർ സാമൂഹ്യ നിരീക്ഷകനും തത്സമയം ചേരുന്നുണ്ട്. ശ്രീമതി റാണി ശരൺ, നമ്മൾ കാഴ്ചകളും സംഭവങ്ങളും ഒക്കെ തന്നെ എല്ലാം കണ്ടു കേട്ടു ഒക്കെ കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ പ്രധാനമായും ഇതിൻ്റെ തുടർച്ച എങ്ങനെയായിരിക്കണം എന്നതാണ് ഇവരുടെയും ചോദ്യം. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ആശങ്ക ഇപ്പോൾ ഭവിച്ചിട്ടുള്ളത്. നടിക്ക് എന്തായാലും പരാതി ഒഫീഷ്യലി നൽകാൻ തയ്യാറല്ല, പരാതി സിനിമാ സംഘടനയിലൂടെ പരിഹരിക്കാം എന്ന ഒരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. റാണി ഈ നടിയോട് സംസാരിച്ചതാണ്, ആദ്യമായി സംസാരിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇക്കാര്യങ്ങളിൽ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു അന്വേഷണ സംഘത്തോടോ അല്ലെങ്കിൽ നിയമപരമായ ഒരു ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് ഈ താരം വരാൻ ധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? അത് നമുക്കറിയാമല്ലോ, ഇത്തരം കേസുകളിൽ തുടർച്ച വേണം, ഒരു ഹീർസയായി മാറാൻ പാടുള്ളതുമല്ല. ഒരു ശരാശരി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാപ്ഷൻ തന്നെ ഇതാണ്: ലഹരിക്കാരായ സിനിമാക്കാർ ഈ വെള്ളിത്തിരയുടെ ഭാഗമാകണോ ഇനി എന്ന ദൃഢനിശ്ചയത്തോടെയുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ലഹരിക്കെതിരായുള്ള യുദ്ധം, സന്ധിയില്ലാത്ത യുദ്ധം എല്ലാ മേഖലകളിലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടി സ്വീകരിച്ച നിലപാടിൽ നിന്ന് തന്നെ തുടങ്ങാം. അക്കാര്യത്തിൽ എന്താണ് റാണിക്ക് പറയാനുള്ളത്? ആദ്യമായിട്ട് ഒരിക്കലും വിൻസി എന്ന് പറയുന്ന കുട്ടിക്ക് ഈ കാര്യത്തിലൊരു ഭയം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആ കുട്ടി അങ്ങനെയാണെങ്കിൽ അവൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഒരു വീഡിയോ നമ്മുടെ മുന്നിൽ ആദ്യം തന്നതല്ലേ. അല്ലാതെ ആരിലേക്കും അവർ ആരുടെയും ഹെൽപ്പ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ആ കുട്ടിയോട് സംസാരിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, സിനിമകളിൽ IC വേണം എന്ന് നിർബന്ധമാക്കിയതിന് ശേഷം ഇത്തരം ഒരു കാര്യം കേട്ടാൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ കടമയാണ് അതെന്തുകൊണ്ട് അവിടെ IC ഫംഗ്ഷൻ ചെയ്തിരുന്നില്ലേ, എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് ഇത്തരം ഒരു പരാതി ഇപ്പോഴത്തെ ഒരു സമയത്ത് ഇങ്ങനെ വെളിപ്പെടുത്തേണ്ടി വന്നത് എന്ന് ചോദിക്കേണ്ടത് നമ്മുടെ ഒരു ഇതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ചെയർമാനും നമ്മുടെ കമ്മിറ്റിയിലുള്ള മറ്റുള്ളവരും ആവശ്യപ്പെട്ട പ്രകാരം ആ കുട്ടിയെ വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ കുട്ടി ഇതിൻ്റെ മറ്റു വശങ്ങൾ, ഇത് ഒരു കേസിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഒരു അസോസിയേഷനോട് ഇത് സംസാരിച്ചിട്ട് ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നതോ ഒന്നും ആ കുട്ടിയുടെ ചിന്തയിൽ അത് വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മളോട് സംസാരിച്ച് കഴിയുമ്പോഴാണ് ആ കുട്ടി പറയുന്നത്, ഇതിനൊരു നല്ല തീരുമാനം വന്നാൽ, ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച വാക്ക് തന്നെ, ഇങ്ങനെ ലഹരിക്കാരായവർ സിനിമയിൽ വേണോ എന്നത്, സിനിമയിൽ എന്നല്ല ഏതും തൊഴിലിടത്തിലാണെങ്കിലും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ എല്ലാവരും കംഫർട്ടബിൾ ആവണമെങ്കിൽ എല്ലാവരും നല്ല രീതിയിലായിരുന്നാലാണല്ലോ പറ്റുക. അപ്പോൾ ആ രീതിയിലാണ് ആ കുട്ടി ഇതിലേക്ക് വന്നത്. എന്തുകൊണ്ട് ഇതൊരു കേസായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ? ഒരുപക്ഷെ നമ്മളിവിടെ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുള്ള ചരിത്രമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നവർ കുറച്ച് ഓടി അവർ തളരുന്നു എന്നല്ലാതെ ഇതിന് കൃത്യമായ ഒരു ന്യായം എന്ന് പറയുന്നത് കിട്ടേണ്ടത് കിട്ടി കാണാറില്ല നമ്മൾ പലപ്പോഴും. ഇപ്പം തമാശ പോലെ പറയുകയാണ്, ഒരു ആർക്കെതിരെയും ഒന്നും വെച്ചിട്ടല്ല, ഇപ്പോൾ ഒരു പൊടി കണ്ടു, തുപ്പുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ അത് ഗ്ലൂക്കോസ് പൊടി ആയിരുന്നു എന്ന് മാറ്റി തീർക്കാൻ നമുക്ക് നിമിഷങ്ങളുടെ സമയമേ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ അവൾ ഓടി തീർക്കുന്ന സമയം അവൾക്കൊരു വേസ്റ്റ് ഓഫ് ടൈം ആണ് എന്നൊരു തോന്നൽ വന്നിട്ടാണെങ്കിലോ, ശക്തമായൊരു നീക്കം വരുമ്പോൾ ഒരു പക്ഷേ ആ കുട്ടി മുന്നോട്ട് വരില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. അതായത് തീർച്ചയായും അത് റാണി പറഞ്ഞു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, കൺസേൺ ആണ്, ആശങ്കയാണ്. പക്ഷേ അത് മൂലമുണ്ടാകുന്നത് എന്താണ്? നമ്മളിപ്പോൾ എല്ലാവരുടെയും പിന്തുണ, അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറുന്നത്. സിനിമകളിൽ ഇഷ്ടംപോലെ സംഘടനകളുണ്ട്. ഈ സംഘടനകളുടെയൊക്കെ തന്നെ ചേർത്ത് പിടിക്കലുണ്ടാകണം നമുക്കിത്. കാരണം IC പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അപ്പോൾ ലഹരി, ഞാൻ പറഞ്ഞത് ഇവരുടെ പരാതി അല്ലെങ്കിൽ പരാതി രേഖാമൂലം നൽകുക എന്ന പരിമിതി ഉണ്ടായിരിക്കാം. പക്ഷേ ചെയ്യാവുന്ന ചില കർത്തവ്യങ്ങളുണ്ട്. ആ കർത്തവ്യങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല എന്നത് സ്പഷ്ടമാണ്, സത്യമാണ്. അതല്ലെങ്കിൽ ഞാൻ പറയട്ടെ, കാരണം ഇത്രയോ 10 വർഷം മുമ്പ് ഈ പറയുന്ന ഇതേ വ്യക്തി തന്നെ ഒരു കൊക്കൈൻ കേസ് കേരളത്തിൽ ആദ്യമായി ഉണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായ വ്യക്തിയാണ്. പിന്നീട് വീണ്ടും നമ്മൾ ഓരോ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴും ഒരു മലയാളിക്കും ഒരു മറ്റഭിപ്രായമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വ്യക്തിയുടെ ഓരോ ചേഷ്ടകളും ഭാവങ്ങളും ദൃശ്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ അദ്ദേഹം ഏതോ മറ്റൊരു മനോനിലയിലാണ്, നേരായ ഭാവത്തിലല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നതും അതാതിടങ്ങളിൽ വരുന്നതെന്നും എല്ലാ ശരാശരി മലയാളികൾ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കും ഉള്ളിൽ കാണും. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഞാൻ പലപ്പോഴും നമ്മൾ ആവർത്തിച്ചുള്ളത്, പരസ്യമായ രഹസ്യമെന്നിരിക്കെ ഈ സിനിമയാണ് പരിപോഷിപ്പിച്ചത് ഇത്രയും വർഷക്കാലം. ഇത്തരം ആളുകളെ പിക്ക് ചെയ്യുന്നതിൽ ഇന്ന് വാളെടുക്കുന്ന, ഇന്ന് വെളിപാട് തുള്ളുന്ന, ഇന്ന് സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഈ സംഘടനകൾക്ക് ഉറങ്ങുകയായിരുന്നു എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലേ റാണി?
തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇപ്പോൾ തന്നെ നോക്കിക്കോളൂ, ഇപ്പോൾ ഒരു IC എന്ന് പറയുന്ന ഒരു കാര്യം സിനിമകളിൽ വന്നപ്പോൾ തന്നെ വളരെ കാതലായ മാറ്റം ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം 2022 ICയും അതുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റിയും വന്നപ്പോൾ മുതൽ ഞങ്ങളിത് വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ഖേദകരമാണ്. പക്ഷേ താങ്കൾക്കും അറിയാവുന്നതാണല്ലോ, നമ്മളൊരു സിസ്റ്റത്തെ അതിലേക്ക് നമ്മൾ എല്ലാവരെയും എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് സമയം തന്നെയാണ്. ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അലേർട്ട് ആവും. ഇപ്പോൾ ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിലേക്ക് തന്നെ വരാം. ഈ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഫിലിം ചേംബർ എന്ന് പറയുന്ന ഒരു അതിനെ പഴിചാരേണ്ട രീതിയിൽ, അല്ലെങ്കിൽ ഫിലിം ചേംബറിൻ്റേത് എന്നുള്ളതല്ല. ഫിലിം ചേംബറിൻ്റെ അണ്ടറിൽ അതായിരിക്കണം എന്നത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ്റെയും കൂടെ റെക്കമെൻഡേഷനിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതങ്ങനെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം ചേംബറിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും എക്സിബിറ്റേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒരുമിച്ചുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമയുടെ കാതലായ 3 സംഘടനകൾ അതിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബാക്കി ഞങ്ങൾ എഫിലിയേറ്റ് ആയിട്ടുള്ള ബാക്കി സംഘടനകൾ എല്ലാവരും കൂടി ചേർത്തുകൊണ്ട് ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ഈ പറയുന്ന എല്ലാ സംഘടനകളും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഒരു ട്രാൻസ്പെറൻ്റ് ആയ ഒരു തീരുമാനം വരും. അവിടെ ഒരുമിച്ചിരുന്ന് കൂട്ടായി എടുക്കുന്ന ഡിസിഷൻസിന് കുറച്ചുകൂടി പവർ വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ അതിൽ കൂടെ ഡീൽ ചെയ്യാം എന്നുള്ളതും. ഇപ്പോൾ വരുന്ന 21-ാം തീയതിയിലെ മീറ്റിംഗിൽ തീർച്ചയായിട്ടും അത് വളരെ ആരോഗ്യപരമായി തന്നെ അതിൻ്റെ ആദ്യത്തെ നീക്കങ്ങൾ നടത്താൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ ശക്തമായിട്ട് വിശ്വസിക്കുന്നത്. ശരി, ശ്രീമതി ആശാ ഉണ്ണിത്താൻ എത്രയോ സംഭവങ്ങൾ എത്രയോ നാളുകളായി ഈ മാധ്യമ ചർച്ചകളിൽ ഡിബേറ്റുകളിൽ സമാന വിഷയങ്ങൾ പരിശോധിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ വിഷയത്തെ ആശാ ഉണ്ണിത്താൻ എങ്ങനെയാണ് സമീപിക്കുന്നത്? കാരണം ഞാനത് പറയാൻ കാരണം ഇത്തരം ആരോപണ വിധേയരായ ആളുകൾ സിനിമകളിൽ എത്രയോ വർഷം ഒരു ഇന്ത്യയിലെന്നും കേൾവിയില്ലാത്ത ഒരു കൊട്ടേഷൻ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് കേസിലെ ഒരു 8-ാം പ്രതി ഇന്നും സിനിമയുടെ ഭാഗമായി ജയിലിൽ കിടക്കുകയും അതിനുശേഷം സിനിമകളുടെ ഭാഗമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ കണ്ടു. അങ്ങനെ ആരോപണ വിധേയരായിട്ടുള്ള പല ആളുകളും പല സിനിമകളിലൂടെ നമ്മുടെ വീട്ടകങ്ങളിലേക്ക് സ്വീകരണ മുറികളിലേക്ക് എത്തുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സംഭവത്തിലൂടെ ഇപ്പോൾ ഈ പറയുന്ന എല്ലാ സംഘടനകളും വാളെടുക്കുന്നുണ്ട്. അതിലൂടെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ താങ്കൾക്ക് കാണാൻ കഴിയുമോ? വിൻസിയുടെ ഇന്നത്തെ പ്രതികരണം, ഇന്ന് വരുന്ന പ്രതികരണം കൂടി മനസ്സിലാക്കുമ്പോൾ അഡ്വക്കേറ്റ് ആശയ്ക്ക് എന്താണ് തോന്നുന്നത്? പ്രധാനമായിട്ട് എനിക്ക് അറിയേണ്ടത് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് തന്നെയാണോ ഇന്റേണൽ കമ്മിറ്റി, അതായത് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുന്ന ആ ആക്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു IC തന്നെയാണോ ഈ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് ആദ്യം അറിയാം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത് ടെക്നിക്കലി നിയമപരമായി ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഒരു IC ആയി മാറുന്നുള്ളൂ. അപ്പൊ ഇത് ഇന്റേണൽ കമ്മിറ്റി ആണെങ്കിൽ ഇന്റേണൽ കമ്മിറ്റിയിലെ കൃത്യമായ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ അത്, അതായത് അത് തയ്യാറാക്കിയിരിക്കുന്നത് അതിന്റെ ഘടന കൃത്യമായി തന്നെ ഇന്റേണൽ കമ്മിറ്റി പറയുന്ന പോലെയാണോ എങ്കിൽ സെക്ഷൽ ഹറാസ്മെന്റ് വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞ ആ നിയമത്തിന്റെ എല്ലാവിധ റൂൾസും റെഗുലേഷൻസും ഒക്കെ ബാധകമായി തന്നെ ചെയ്യണം. എങ്കിൽ അതിനൊരു ലീഗൽ സാങ്ക്ടിറ്റി ഉണ്ടാവും. അതൊന്ന്. പിന്നെ വിൻസി കൊടുത്ത പരാതി, അവർ പേര് പറഞ്ഞത് കൊണ്ട് മാത്രം അവരുടെ പേര് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ അതിജീവിത എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അവർ പറഞ്ഞത് അവർ പേര് ഉപയോഗിക്കരുത് എന്ന്. അപ്പൊ പിന്നെ സോറി, ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ക്ഷമിക്കണം. അപ്പൊ ആ നടി കൊടുത്ത പരാതി ഇന്റേണൽ കമ്മിറ്റിയുടെ ഭാഗമായി കേൾക്കുകയാണെങ്കിൽ അതില് ഇന്റേണൽ കമ്മിറ്റിക്കുള്ള ചില അധികാരങ്ങളുണ്ട്. അതായത് ഇതാണ് കേസെങ്കിൽ എന്താണ് താൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ നടപടികൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു ബ്രീഫിംഗ് അവർക്ക് കൊടുക്കണം. ആ ബ്രീഫിംഗിൽ അവർ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുന്നിലാണ് നടത്തിയത്. അത് ഇന്റേണൽ കമ്മിറ്റി ആണെങ്കിൽ അത് അവരോട് പറഞ്ഞത് എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകണ്ട, ഞാൻ എക്സൈസിന് മുന്നിലൊന്നും അവർക്കെതിരെ നർക്കോട്ടിക്സിന്റെ പേര് പറഞ്ഞ കേസ് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നോട് അശ്ലീല ചൊവ്വയോട് സംസാരിച്ചു എന്നത് മാത്രമാണ് വിഷയം, അതും ഞാൻ കേസായിട്ട് മുന്നോട്ട് പോകാൻ വിചാരിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെയാണ് താക്കീത് മതി എന്നൊക്കെ രീതിയിലാണ് അവർ സംസാരിച്ചിരുന്നത്. ഇവിടെ വിഷയം പല രീതിയിലുള്ള ലഹരികൾ എല്ലാ കലാകാരന്മാരും എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മളുടെ ഇടയിൽ ക്രോസ് സെക്ഷൻ ആണ് അവർ. എല്ലാ മനുഷ്യരും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടും അവനവന്റെ വീട്ടിലോ മറ്റു സ്വകാര്യ ഇടങ്ങളിലോ ഉപയോഗിച്ചുകൊണ്ട് പിറ്റേന്ന് വളരെ സുഖമായി ഇതൊന്നും ഇല്ലാതെയാണ് ജോലിക്ക് ഹാജരായിക്കൊണ്ടിരിക്കുന്നത്. അത് കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളാണെങ്കിലും ചെയ്യാത്ത ആളുകളാണെങ്കിലും ജാമ്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ജോലിയിൽ ഹാജരാക്കുന്നു. അതുകൊണ്ടാണല്ലോ 8-ാം പ്രതി ഹാജരായ കുറിച്ചുകൂടെ സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ ഫിലിം നടക്കുന്ന ഇടങ്ങളിൽ ഇവർ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ്
അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ അവര് ചിലപ്പോൾ ഡയറക്ഷൻ ചെയ്യുന്നത് എന്നത് കണ്ടെത്താനുള്ള ഒരു മാർഗം അവര് തന്നെ, അതായത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് തന്നെ അത് കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പം പോലീസ് ഉപയോഗിക്കുന്ന പോലെയുള്ള പ്രീതെർമലൈസറും അതുപോലെയുള്ള നർക്കോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താനുള്ള സംഗതികളൊക്കെ അവരും ചെയ്യേണ്ടതുണ്ട്. അതായത് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, നമ്മളൊരു വിലക്കെന്ന് നമ്മൾ പറയുന്നില്ല, നമ്മൾ ആരും പറയുന്നില്ല ഒരു തൊഴിൽ വിലക്കാൻ അല്ലെങ്കിൽ അതിനുള്ള അവകാശമില്ല, അത് നമ്മൾ പാടില്ല. പക്ഷേ നമുക്കറിയാം, നമുക്കിപ്പോ എന്താണ്, നമ്മൾ ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ എല്ലാം നമ്മൾ പരിശോധിക്കുക. എന്താണ്, ഹോസ്റ്റൽ മുറികൾ പോലും അവിടെയൊക്കെ തന്നെ കടന്നു കയറാൻ ഒരു പരിമിതികൾ ഉണ്ടായിരുന്നു. കാരണം എക്സൈസിനെ സംബന്ധിച്ചോളം വിദ്യാർത്ഥികളാണ്, വിദ്യാലയങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ തുറന്നു കൊടുക്കുകയാണ്. എന്താണ്, നമ്മളൊരു പരിവർത്തനത്തിന്റെ പാതയിലാണ്. അപ്പോൾ എന്താ, ഇപ്പോൾ കേരള സർവകലാശാലയിൽ ഒരു അഡ്മിഷൻ എത്തുമ്പോൾ അവിടെ സത്യവാങ്മൂലം നൽകണമെന്ന ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാടിലേക്ക് എത്തുകയാണ്. അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ ഓൺ ദി സ്പോട്ടിൽ ആക്ഷൻ എടുക്കാൻ. അപ്പോൾ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നിരിക്കെ അതിലേക്ക് ഇവരാരും പോയിട്ടില്ല. മാത്രവുമല്ല, ഇവരെയൊക്കെ തന്നെ മാറ്റി നിർത്താവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ അവരൊന്നും ഇത് ചെയ്തതുമില്ല. സൂപ്പർ സ്റ്റാറുകളുടെ പടത്തിലടക്കം പിന്നീട് ഈ പറയുന്ന വ്യക്തി ഭാഗമാവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. നോക്കൂ, ഇതൊരു വ്യക്തി എന്ന രീതിയിൽ പിടിക്കപ്പെട്ടത് കൊണ്ട് ഷൈൻ, പിടിക്കപ്പെടാത്തത് കൊണ്ട് കുറെ പേര് അകത്ത് ഉണ്ട്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഒരു ഷൈനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഷൈനുകൾ അകത്തുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം. അവരൊക്കെ സ്വാധീനത്തിന്റെ ഗുണം കൊണ്ടോ മറ്റു പല സൗകര്യങ്ങൾ കൊണ്ടോ അവർ പിടിക്കപ്പെടാതിരിക്കുകയും ഇവര് മാത്രം പുറത്തു വരികയും ചെയ്യണം. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത്, ഒരു ഷൈന് മാത്രം ബാധകമാക്കിയത് കൊണ്ട് ഒരാളെ എടുത്തു കളഞ്ഞ് ഫിലിം ഇൻഡസ്ട്രി ഇതോട് കൂടിയിട്ട് വിമുക്തമായി, ലഹരി വിമുക്തമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിൻസി ഈ ഒരു പരാതിക്കാരിയും പറഞ്ഞത് എന്റെ നേരെ മാത്രമല്ല മറ്റുള്ളവരുടെ നേരെ നടക്കുന്ന ഇത്തരം അശ്ലീലമായിട്ടുള്ള സ്ത്രീകളുടെ നേരെയുള്ള ഹറാസ്മെന്റുകൾ ഉണ്ടെങ്കിൽ അതും നിർത്തലാക്കേണ്ടതുണ്ട് എന്നും കൂടിയാണ്. അപ്പൊ അതൊക്കെ തന്നെ ഫിലിം സെറ്റിലുണ്ട്. അപ്പൊ ആരൊക്കെ അശ്ലീലമല്ലാതെ പ്രവർത്തിക്കും, സ്ത്രീകളോട് മോശമായി അല്ലാതെ അകത്തേക്ക് കയറ്റി വിടാൻ പറ്റും, ആരൊക്കെ നാർക്കോട്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് അകത്തേക്ക് കയറും, ആരൊക്കെ ആൽക്കഹോൾ അഡിക്ഷന്റെ ഭാഗമായിട്ട് ആൽക്കഹോൾ ഉപയോഗിച്ചാൽ ഇതൊക്കെ ചെയ്യാലോ, ഈ അകത്തേക്ക് കയറുന്നു എന്നൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. തീർച്ചയായും മടങ്ങിയെത്താം. ശ്രീ രാഹുൽ ഈശ്വർ, അപ്പൊ ഇവിടെ സംശുദ്ധമായിട്ടുള്ള ഒരു ഇടമാക്കി ഫിലിമിനെ മാത്രം മാറ്റുകയും മറ്റിടങ്ങൾ മാറ്റാതിരിക്കുകയും ചെയ്യുന്നത് ഉപയോഗിച്ചുകൊണ്ടുള്ള അനലൈസ് ചെയ്യാനുള്ള ഒരു സംവിധാനം നിലവിൽ വരണം. ഒരു സംവിധാനത്തിന്റെ വലിയൊരു കുറവുണ്ട്. തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം. തീർച്ചയായും രാഹുൽ ഈശ്വർ, ഇപ്പോൾ എന്താണ് നിയമത്തിന്റെ മുന്നിൽ ഈ പറയുന്ന വ്യക്തി ഷൈൻ ടോം ചാക്കോ കുറ്റവാളിയല്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന 2015 ആ കേസും കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഇന്നിപ്പോൾ നിലവിൽ ആ പരാതി ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംവിധാനങ്ങളുടെ ഭാഗത്തേക്ക് പോയിട്ടുമില്ല. പക്ഷേ ഒരു ധാർമ്മികത, നൈതികത, ആ ഒരു നിലയ്ക്കുള്ള വീക്ഷണങ്ങൾക്ക് അർത്ഥമുണ്ടോ രാഹുൽ ഈശ്വർ? 100% കാര്യം കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാർക്കോട്ടിക്സ് പ്രിവെൻഷന്റെ പേരിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് NDPS ആക്ടിൽ ഏകദേശം 27,000 കേസുകൾ കഴിഞ്ഞ വർഷം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. പണ്ട് പഞ്ചാബ് ആയിരുന്നു മുമ്പിൽ. പഞ്ചാബ്, മഹാരാഷ്ട്ര, കേരളം എന്ന അവസ്ഥയിൽ നിന്ന് കേരളം, മഹാരാഷ്ട്ര, പഞ്ചാബ് എന്ന അവസ്ഥയിൽ ഈ വിഷയത്തിൽ തെറ്റായ രീതിയിൽ ഒന്നാമതെത്തി എന്ന് പറയുന്നതിൽ നമുക്ക് യാതൊരു സങ്കോചവും വേണ്ട. കഴിഞ്ഞ 1.5 വർഷം എറണാകുളം ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് കണക്കുകൾ പ്രകാരം 8,700ഓളം കേസുകളാണ്. ഇത് പഞ്ചാബ് എന്ന് പറയുന്ന മൊത്തം സംസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾക്ക് ഓൾമോസ്റ്റ് തുല്യമാണ്. അതുകൊണ്ട് സീരിയസ് ആയി നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തെ ഒരുപാട് വിഷയമായി കൂട്ടിക്കെട്ടരുത്. നമ്മുടെ ഞാൻ ചോദിച്ച മറ്റൊരു അജണ്ടയും രാഹുൽ ഈശ്വർ പറഞ്ഞു വരുന്നതനുസരിച്ച് നമ്മൾ ആ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്, ശരിയാണ്, അത് അംഗീകരിക്കേണ്ടതാണ്, ആ വസ്തുതാപരമായ കണക്കുകളാണ്. പക്ഷേ എന്താണ്, ഈ നൈതികതയുടെ തലം വരുമ്പോഴാണ് ഇപ്പറയുന്ന ലഹരിയായാലും മറ്റേത് കുറ്റകൃത്യങ്ങളും ആയിക്കോട്ടെ, അത് കുറ്റകൃത്യങ്ങളായി തന്നെ കാണണം. ഇത്തരമുള്ള ആളുകൾക്ക് വീണ്ടും ഒരു ഇരിപ്പിടം എന്തുകൊണ്ട് സിനിമകളിൽ കിട്ടുന്നു എന്നത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അവിടെയാണ് ശ്രീ പ്രജീഷ്, നമുക്ക് 2-3 കാര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ കാണണം. അങ്ങ് നേരത്തെ പറഞ്ഞ യുദ്ധം ജയിക്കണമെങ്കിൽ ഐഡിയലിസ്റ്റിക് ആയിട്ടോ ഉട്ടോപ്യൻ ആയിട്ടോ പോയിട്ട് കാര്യമില്ല. ഒരു സിനിമയിൽ ഒരാളെ എടുക്കുന്നത് അയാളുടെ ബ്രാൻഡ് വാല്യൂ, OTT വാല്യൂ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി വെച്ചിട്ടാണ്. അയാളുടെ പ്രതിഭ, ഷൈൻ ടോം ചാക്കോ ഗംഭീരനായ ഒരു നടനാണ്, അത്യാവശ്യം നല്ല വാല്യൂ ഉള്ള ഒരു സ്റ്റാറാണ്, തമിഴിലും മലയാളത്തിലും അടക്കം പ്രതിഭ തെളിയിച്ചുള്ള വ്യക്തിയാണ്. ശ്രീനാഥ് ഭാസിയൊക്കെ ഗംഭീരമായ ആക്ടേഴ്സാണ്. അപ്പൊ ഇവർ തെറ്റിന്റെ പാതയിലേക്ക് പോകുന്നെങ്കിൽ ഹേറ്റ് ദ സിൻ നോട്ട് ദ സിന്നർ, പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഗുഡ് ഫ്രൈഡേയുടെ പശ്ചാത്തലത്തിൽ കൂടെ സംസാരിക്കുകയാണ്. യേശുദേവന്റെ അടക്കം യേശുക്രിസ്തുവിന്റെ അടക്കമുള്ള നിലപാട് പാപിയെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, പാപത്തെ വെറുത്താൽ മതി, ആ പാപിയെ അല്ലെങ്കിൽ തെറ്റുകാരനെ നന്നാക്കുക എന്നുള്ളതാണ്. മഹാത്മാഗാന്ധി അടക്കം ഈ പൊസിഷനാണ് എടുക്കുന്നത്. ലോകവ്യാപകമായ ഡ്രഗ്സിന്റെ വിഷയത്തിൽ ഈ രണ്ട് സമീപനങ്ങളും ഉണ്ട്. ഒന്നെങ്കിൽ ഇവരെ എല്ലാം നമുക്ക് വില്ലന്മാരായി കാണാം, അല്ലെങ്കിൽ ഇവരെ കൂടി നമുക്ക് വിക്ടിംസ് ആയി കണ്ട് ഇവരെ തിരിച്ചു കൊണ്ടുവരാനും റിഡംഷൻ അല്ലെങ്കിൽ ഇവരെ വീണ്ടും എത്തിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാം. ഈ രീതിയിലുള്ള ഈ പറയുന്ന വ്യക്തി 2015 ഇങ്ങനെ തെറ്റിന്റെ പാതയിൽ കൂടെ സഞ്ചരിച്ചു എന്ന് ബോധ്യമുള്ള അല്ലെ നമ്മൾക്കൊക്കെ കേട്ടറിവുള്ള അതിനേക്കാളും ഈ പറയുന്ന ഒരു നടി രാഹുൽ ഈശ്വർ കേൾക്കാമെങ്കിൽ അങ്ങനെയെങ്കിൽ എന്താണ് നമുക്കൊക്കെ ഒരു ഇരുമ്പ് മറ പോലെയാണ് ഈ സംവിധാനങ്ങൾ. സിനിമയ്ക്ക് സെറ്റിന്റെ ഉള്ളിലേക്ക് എനിക്കോ താങ്കൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ കടന്നു ചെല്ലാൻ കഴിയില്ല അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം. ഇവിടെ എന്താണ് ഈ നിയമ സംവിധാനങ്ങൾക്ക് പോലും കഴിയാതെ പോകുന്ന പരിമിതിയുണ്ട്. അപ്പോൾ എന്താണ് അവരെ ഈ ഓരോ വ്യക്തിയും മോണിറ്റർ ചെയ്യേണ്ടത് ആരാണ്? അവർക്ക് സംഘടനകളുണ്ട്, എല്ലാ തരത്തിലുള്ള സംഘടനകളുണ്ട്. ഈ 2015 വ്യക്തി ഒരു തെറ്റ് കാണിച്ചു എന്നതിന് ശേഷം ഇദ്ദേഹത്തെ സന്മാർഗത്തിലൂടെ നടത്താൻ ഏതെങ്കിലും സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ടോ? 2025 എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് 2000 സ്പൈഡർമാനെ പോലെ ചാടി ഓടി പോകുന്ന ഒരു വ്യക്തി എന്തിനാണ്? നല്ല തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തിനാണ് ഓടുന്നത്? പോട്ടെ, ഈ പറയുന്ന ഈ വ്യക്തിയുടെ ഷൈൻ ടോം ചാക്കോയുടെ അമ്മയുടെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഇന്നലെ ആ അമ്മ എന്താണ് പറഞ്ഞത്? എൻ്റെ മകന്റെ മുറിക്ക് മുന്നിലേക്ക് ഒരാൾ വന്ന് ഭീകരനെ പോലെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഭയം തന്റെ മോൻ ഓടി. ഭയം തോടിയത് എവിടെയാണ്? ബൈക്ക് പിടിച്ചോടുന്നു, ഓട്ടോ പിടിച്ചോടുന്നു, കാർ പിടിച്ചോടുന്നു, അങ്ങ് തമിഴ്നാട്ടിൽ പോയി നിൽക്കുകയാണ്. തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഓടി ഈ വെടികൊണ്ട പന്നിയെ പോലെ ഇങ്ങനെ ഓടുന്ന കാര്യം എന്താണ് ശ്രീ രാഹുൽ ഈശ്വർ? അങ്ങനത്തെ പ്രയോഗങ്ങൾ നമുക്ക് മാറ്റാം. എന്നിരുന്നാലും ഞാൻ സത്യസന്ധമായി പറയാം, ഇൻ ഓൾ പോസിബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി കേട്ടോ, ഇൻ ഓൾ പോസിബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി അദ്ദേഹം ഒരു പക്ഷേ ശരിയല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഏർപ്പെട്ടിരിക്കാനാണ് സാധ്യത കൂടുതൽ. പോലീസിനെ കണ്ടപ്പോഴോ ബാക്കി ആരെങ്കിലും കണ്ടപ്പോഴോ അവിടെ നിന്ന് പോയതായിരിക്കും. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ വെൽവിഷർ എന്ന രീതി പറയുകയാണ്. അദ്ദേഹത്തിനും 1-2 കേസല്ലോ, പല കേസുകളുണ്ട്. ആദ്യം മോഡൽസിനെയും കൊക്കൈനെയും വെച്ച് ഒരു 10 വർഷം മുമ്പത്തെ കേസ്, കുറച്ചു കാലം മുമ്പ് ഒരു സ്ത്രീ ഇദ്ദേഹത്തെക്കുറിച്ചും ശ്രീനാഥ് ബാസിയെ കുറിച്ചും പറയുന്നു. അപ്പം ശ്രീ ഷൈൻ ടോം ചാക്കോ വളരെ പ്രതിഭയുള്ള, മികച്ച രീതിയിൽ മോഡുലേറ്റ് ചെയ്യുന്ന, നല്ല രീതിയിൽ ഭാവാഭിനയം കാഴ്ചവെക്കുന്ന വ്യക്തി. അല്ല, ഭാവാഭിനയം ഒരുപാട് കാഴ്ചവെച്ചിട്ടുണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, അദ്ദേഹം ഒരുപാട് ഓൺലൈൻ മീഡിയയ്ക്ക് മുമ്പിൽ അവരെയൊക്കെ ഓർത്ത് പുച്ഛിക്കുകയാണ്. ഒരു വനിതകളുടെ മുന്നിലൊക്കെ ആ വ്യക്തി കാട്ടിക്കൂട്ടുന്ന കാണുമ്പോഴുള്ള ഭാവാഭിനയമാണെന്ന് പറയുന്നെങ്കിൽ ആ കുട്ടികളെ സഹോദരിമാരെ ഒന്നാലോചിക്കും. അല്ല, കാലുറയ്ക്കാതെ കയ്യിലിരിക്കുന്ന മുണ്ട് നേരെ ചൊവ്വെ ഉടുക്കാൻ ഉറയ്ക്കാതെ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രസ്താവനകൾ ആ വേദിയിൽ മറ്റൊരു നടനും ഒരു ഓൺലൈനിലെ കാര്യമാണ് പറയുന്നത്. അത് നമ്മൾ ദൃശ്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു നടനും ഇരുന്നിങ്ങനെ ചിരിച്ച് രസിക്കുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ സംവിധാനങ്ങൾ കൈയടിച്ചു കൊടുത്തിട്ടുണ്ട്, അവർ പരിപോഷിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇതാ ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടത്തിൽ അഭിനയിക്കുകയാണ് ഈ പറയുന്ന വ്യക്തി. അപ്പോൾ ഒരു സന്മാർഗത്തിലേക്ക് ആരും നയിച്ചിട്ടില്ല സാറേ. ശ്രീ രാഹുൽ ഈശ്വർ, സന്മാർഗത്തിലേക്ക് ഈ വ്യക്തി ആരും നയിച്ചിട്ടില്ല. അല്ല ശ്രീ പ്രജീഷ്, നമ്മുടെ ഒരു സഹോദരനും അടുത്ത സുഹൃത്തുമാണ് ഷൈൻ ടോം ചാക്കോ എങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ ആരോപണ വിധേയതരായ വ്യക്തിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവനെ അടിച്ചു പുറത്താക്കുകയോ ഇല്ലല്ല, സന്മാർഗത്തിലൂടെ നമ്മൾ പറയില്ലേ, ഒരു രാസലഹരി പല്ല് പോലും കൊഴിഞ്ഞു പോകുന്നു, സിരകളൊക്കെ തന്നെ വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു, ആയുസ് തികയാതെ ചത്തുപോകുമെന്ന് ഈ രാസലഹരി കൊണ്ട് നമ്മൾ ഉപദേശിക്കില്ലേ? ഉപദേശിച്ചല്ലെങ്കിൽ കുറച്ച് അതല്ലോ ഈ 2015 ഈ സംഭവത്തിന് ശേഷം ഒന്ന് പറയാമായിരുന്നല്ലോ ഈ സംഘടനയ്ക്ക്, ഷൈനെ നിന്റെ പോക്ക് ഇതാണ്, നിന്റെ പോക്ക് ശരിയല്ല, നിന്റെ പോക്ക് ശരിയല്ല, ഞങ്ങൾ നിന്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ നീ കുറച്ചു നാൾ ഒരു 1-2 വർഷം ഒന്ന് മാറി നിന്ന് ഏതെങ്കിലും ഡി-അഡിക്ഷൻ സെന്ററിലോ മാർഗത്തിലൂടെയോ നീ സഞ്ചരിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ആ ധൈര്യപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ സെന്റിമെന്റ്സ് വളരെ കറക്റ്റാണ്. അതായത് നമുക്ക് ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ആയിരുന്ന റോഡ്രിഗോ ഡ്യൂട്ടർട്ടെ പോലെ ആൾക്കാരെ വെടിവെച്ച് കൊല്ലാനൊന്നും പറ്റില്ല. അത് നമ്മുടെ ജീനിലോ നമ്മുടെ സംസ്കാരത്തിലോ നിയമത്തിലോ ഉള്ള കാര്യമല്ല. ഫിലിപ്പൈൻസിലെ ഡ്രഗിന്റെ വാറിൽ അദ്ദേഹം ഒരുപാട് പേരെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. അതൊന്നും ഇന്ത്യ പോലെ ഒരു രാജ്യത്തും അത് പാടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ചേർത്ത് നിർത്തുകയും പരിവർത്തനം വരുത്താൻ പറയുകയും മെന്ററിങ്, കൗൺസിലിംഗ്, കോച്ചിങ് അടക്കമുള്ള കാര്യങ്ങളിലൂടെ ഇവരെ വിധേയരാക്കുകയല്ലേ. ഷൈൻ ടോം ചാക്കോയും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സമീപനം ഇന്നലെ കണ്ടതൊക്കെ ഇൻസ്റ്റാഗ്രാമിലെ അദ്ദേഹത്തിന്റെ പോസ്റ്റൊക്കെ വളരെ ഒഫൻസീവാണ്. അതായത് മാധ്യമങ്ങളെല്ലാം ഗൗരവതരമായി ഈ സംസാരം നടത്തുന്ന അവസരത്തിൽ അദ്ദേഹം ഞാൻ നന്നാവില്ല എന്ന് ഒരു പിടിച്ച പിടിയാൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എന്താണ് ഇന്നലെ പോയ സംഭവത്തിന് ശേഷവും എന്താണ് അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ? തികഞ്ഞും അപമാനപരമായ രീതിയിൽ
അല്ല എന്ത് അപ്പോൾ എന്ത് മാനസികാവസ്ഥയിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോകുന്നത്? അപ്പോൾ ആരെങ്കിലും തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ? ആരെങ്കിലും ഈ സിനിമയിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രതികരണങ്ങൾ, ഏതെങ്കിലും താരത്തിന്റെ, ഇപ്പോഴും അമ്മ എന്ന് പറയുന്ന സംഘടനയെ ഓർത്ത് ഇപ്പോഴും ലജ്ജിക്കുകയാണ്. കാരണം ഒരു 3 സമിതിയെ വെച്ചിട്ടുണ്ട്. അല്ല ലജ്ജിക്കുകയാണ്. തുറന്ന് പറയാൻ ഈ വ്യക്തിയുടെ ചേഷ്ടകളും ഈ വ്യക്തി സമൂഹത്തിൽ ചെയ്ത തെറ്റായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ധൈര്യപ്പെട്ടുള്ള നട്ടലിലുള്ള ഏതെങ്കിലും നടന്മാരുണ്ടായിട്ടുണ്ടോ? അല്ലല്ല, ഏതെങ്കിലും ഇതിനോടകം ധൈര്യപ്പെട്ട ആരെങ്കിലും ഒരു വരി കുറയ്ക്കാൻ തയ്യാറായിട്ടുണ്ട്? അമ്മ ശക്തമായ നടപടിയല്ലേ? അമ്മയൊക്കെ കരിവാരത്തേക്കേണ്ട ആവശ്യമില്ല. അമ്മ ശക്തമായ സംഘടന തന്നെയാണ്. അമ്മ എന്തായാലും 3 അംഗ സമിതിയെ നിയമിച്ച് അവർ പഠിക്കുകയാണ്, റിസർച്ച് ചെയ്യുന്നുണ്ട്, ലാബിലാണ്, ഓരോന്നിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തിങ്കളാഴ്ചയോടുകൂടിയൊക്കെ അവരുടെ തീരുമാനങ്ങൾ വരും. അതിൽ നിന്നും എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഒരു പക്ഷേ ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയേക്കായിരിക്കും. പക്ഷേ ഞാൻ ചോദിക്കുന്ന അപ്പോഴും പറയുന്നു, ഈ പെൺകുട്ടി നൽകിയ ഒരു പരാതി ഉണ്ടല്ലോ, അവരുടെ കയ്യിലിരിപ്പുണ്ടല്ലോ, ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്ന പരാതിയുണ്ട്. അതെന്താണ്? ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച് എന്താണ് ഇത്? ഇവർക്ക് പാസ് ചെയ്യാനുള്ള ബന്ധപ്പെട്ട ആളുകൾ, ഇവരൊന്നും കേസെടുക്കണ്ട, ഇവരാരും പോലീസ് സംവിധാനമൊന്നുമല്ല, പക്ഷേ അറിയിക്കാനുള്ള ഒരു ധാർമ്മികതയുണ്ടല്ലോ. അടക്കമുള്ള മാധ്യമങ്ങളെ വിമർശനമാണ്, അങ്ങടക്കമുള്ള മാധ്യമങ്ങൾക്ക് വിമർശനമാണ്. നമ്മൾ അപ്രായോഗികമായ നിലപാടുകൾ എടുത്താൽ അത് വിജയിക്കില്ല. ഇപ്പൊ ഹേമ കമ്മിറ്റി വന്നപ്പോൾ തന്നെ എന്തായി? ഞാനടക്കമുള്ള സാധാരണക്കാർ പറഞ്ഞ നിലപാടിലേക്കല്ലേ അവസാനം ഗവൺമെന്റ്? ഞാൻ ചോദിക്കുന്ന രാഹുൽ ഈശ്വരേ, ലഹരി ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞ ഈ ഇന്റേണൽ കമ്മിറ്റിക്ക് അത് റിപ്പോർട്ട് ചെയ്യാമായിരുന്നില്ലേ? പോട്ടെ, പരാതിക്കാരുടെ അത് പ്രശ്നമാണ്, നിയമപ്രശ്നമാണ്, ആ പരാതിക്കാരി നേരിട്ട് വരുന്നില്ല എന്ന് വെച്ചുകൊള്ളുക. പക്ഷേ ഇവിടെ ഇങ്ങനെ സംഭവം ഇന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാമല്ലോ. കോംപ്രമൈസ് അല്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത്. അല്ല, കോംപ്രമൈസ് അല്ല. നമ്മുടെ എല്ലാം ഇങ്ങനെ ഒരു സിനിമാ സെറ്റിലാണ് സംഭവിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ സമീപിക്കണം. ഒരു യാന്ത്രിക യുക്തിവാദമോ എന്ത് യാഥാർത്ഥ്യ ബോധ്യമാണ് അവിടെ പരിപോഷിപ്പിക്കപ്പെടുന്നത്? എന്ത് യാഥാർത്ഥ്യ ബോധ്യമാണ് താങ്കൾ പറഞ്ഞത്? ഇത് എന്തുകൊണ്ട് അറിയിച്ച ഈ സിനിമ വ്യവസായത്തെ ബാധിക്കുമെന്ന ആ ഒരു വ്യവസായത്തെ ബാധിക്കില്ലേ? സിനിമയെ ബാധിക്കില്ലേ? ഈ സിനിമയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ആഹാരമില്ലേ ഈ സിനിമയിൽ? സ്വയം ഒരു കൂടപ്പിറപ്പ്, ഒരു സഹോദരി എരിഞ്ഞു തീർന്നാലും വേണ്ടിയില്ല, ഒരു സഹോദരി ആ പീഡനങ്ങൾ, കാരണം ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്, ഇന്ന് ക്രിസ്തുദേവന്റെ പീഡാനുഭവങ്ങളെ കുറിച്ച് നമ്മൾ സ്മരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഒരു സഹോദരി ആ ഒരു ടെറിറ്ററിയിൽ കിടന്ന് നരകിച്ചാലും വേണ്ടിയില്ല, ഒരുവന്റെ പണമാണ് വലുത്, ഇൻഡസ്ട്രിയാണ് വലുത് എന്ന് പറയുന്നതിന്റെ ധാർമ്മികത കൂടി നമ്മൾ ചിന്തിക്കണം. പ്രജീഷ്, അങ്ങേപ്പോലുള്ളവർ അങ്ങനെ പറയരുത്. റിയലിസ്റ്റിക്കലി മാത്രമേ ഈ കാര്യങ്ങളെ എടുക്കാവൂ. നമ്മൾ എന്താ പറയുക, ഒരു ഗുമ്മിന് വേണ്ടി നിലപാടെടുത്താൽ അത് വിജയിക്കില്ല. അതുകൊണ്ടല്ലേ അങ്ങ് ഓർക്കണം, ഹേമ കമ്മിറ്റിയിൽ കോൺക്ലേവ് എങ്കിലും വേണമെന്നാണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞത്. അവസാനം അതുപോലും നടക്കാതായി പോയത് ഈ പിടിവാശി കൊണ്ടാണ്. ഈ ഓവറായിട്ട് സ്റ്റാൻഡ് എടുത്തിട്ട് എന്ത് കാര്യമാണ്? വിജയിക്കാത്ത നിലപാടുകൾ കൈയടിക്ക് വേണ്ടി എടുത്തിട്ട് എന്ത് കാര്യമാണ്? റിയലിസ്റ്റിക് ആയി നമ്മൾ ഈ കാര്യങ്ങളെ ഡീൽ ചെയ്യണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. ഈ വർഷങ്ങളായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് പോവുകയാണല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. അപ്പോൾ അങ്ങനെ അവിടെ പ്രതികരിക്കപ്പെടുകയും നിയമത്തിന്റെ വഴിയെ വന്നവരുടെയൊക്കെ അവസ്ഥകൾ കൂടി ചിന്തിക്കണം നമ്മൾ. സംശയമില്ല, വേണ്ടെന്ന് ആരും പറയുന്നില്ല. അവിടെയാണ് ശക്തമായ നടപടി അമ്മയുടെ ഭാഗത്തു നിന്ന്. തീർച്ചയായും നമുക്കതൊക്കെ പ്രതീക്ഷിക്കാം. രാഹുൽ ഈശ്വർ, നമുക്കൊരു 3 അതിഥികളും തുടരുക. പ്രേക്ഷകരുടെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ എടുക്കേണ്ടതുണ്ട്. ലഹരിക്കാരെ സിനിമാ ലോകത്തിന് വേണോ എന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകനായി ഷൈജു പറവൂരിൽ നിന്ന് ഒരു പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട്. ഷൈജു, പറഞ്ഞോളൂ. ഇതിപ്പോ ഈ നേരത്തെ ഈ ഷൈൻ ചാക്കോന്റെ പേരിൽ ഒരു പരാതി ഇങ്ങനെ കണ്ടിരുന്നു. അപ്പൊ അത് സിനിമ ഫീൽഡിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ശക്തമായിട്ടുള്ളൊരു ആക്ഷൻ എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അല്ലാണ്ട് ഇപ്പൊ 1 വർഷത്തേക്ക് സിനിമ ഫീൽഡിൽ നിന്ന് മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ അത്രക്ക് ഫേമസ് ആയിട്ടാണ് ഈ മറ്റേ ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല ഷൈജു, ഇത്തരക്കാരുടെ സിനിമകൾ ഇനി കാണില്ല എന്ന നിലപാട് കൂടി പ്രേക്ഷകർ എടുക്കണം. തീർച്ചയായിട്ടും വേണം. തീർച്ചയായും. വളരെയധികം നന്ദി. ഷൈജു പറവൂരിൽ നിന്ന ഒരു പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. അപ്പോൾ തീർച്ചയായും അപ്പോൾ സിനിമാ ലോകത്തിന് ഒരുപാട് ഇക്കാര്യത്തിൽ തിരുത്തൽ വരുത്താൻ കഴിയും. ശിവദാസ് പാലക്കാട് എന്നൊരു പ്രേക്ഷകനുണ്ട്. ശിവദാസ്, പറഞ്ഞോളൂ. സർ, ഈ ലഹരി എന്ന് പറയുന്നതിന് ഏത് ഫീൽഡിലാണെങ്കിലും അവരെ തല്ലി പുറത്താക്കണം. ഈ ഷൈൻ ടോം എന്ന് പറയുന്നത് അതുല്യ നടനൊന്നും അല്ലല്ലോ. ഇയാളെക്കാൾ വലിയ മഹാന്മാരായിട്ടുള്ള പ്രേം നസീറും എല്ലാവരും പോയിട്ടും സിനിമ ഫീൽഡ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് കുറെ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? അല്ല, അതുല്യ നടനാണെങ്കിൽ പോലും ആരായാലും ഏത് ഫീൽഡിലാണെങ്കിലും അവരെ ഉറപ്പിക്കാൻ പറ്റില്ല. അതെ, അത് ചെയ്യാൻ പാടില്ല. അത് നമ്മളിപ്പോ ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. ആ സംഘടന അവരെ പുറത്താക്കിയ കാര്യം കഴിഞ്ഞു. എന്തിനാണ് ഇയാളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട്? ഈശ്വർ സാറൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇയാൾ എന്തോ ഓസ്കർ അവാർഡ് നേടിയിട്ട് വലിയൊരു നടനാണ് തോന്നും. അത്രയൊന്നും അതല്ല. പ്രേം നസീറോ അല്ലെങ്കിൽ കൊച്ചിൻ അനീഫയോ
എല്ലാവരും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മലയാളം ശ്രമിക്കുന്നത്, മലയാള സിനിമ നിലനിൽക്കുന്നില്ലേ? പിന്നെ എന്തിനാ ഈ ബാസിലിയും ഈ ഷൈൻ തോമസിനെയൊക്കെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. ലഹരി എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത് ഏത് ഫീൽഡാണെങ്കിലും അതിനെ തല്ലി പുറത്താക്കണം. എന്തിനാണ് മടിക്കുന്നത്? തീർച്ചയായും ശിവദാസ് എന്ന പ്രേക്ഷകന്റെ പ്രതികരണം പാലക്കാട് നിന്ന് നമ്മൾ കേൾക്കുകയായിരുന്നു. അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ വേണ്ട പ്രേക്ഷകർക്ക് എന്ന നിലപാടിലേക്കാണ് വരുന്ന ഓരോ കോളുകളും നമുക്ക് അറിയാൻ കഴിയുന്നത്. സുരേഷ് തൃപ്പൂണിത്തുറയിൽ നിന്നും ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. സുരേഷ് പറഞ്ഞോളൂ. ഇങ്ങനെയുള്ള നടന്മാരെന്നും സിനിമയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. കറക്റ്റായിട്ട് ഇത് ഇദ്ദേഹത്തൊക്കെ ഇവിടെ ഈ സിനിമയിൽ തന്നെ മാറ്റി നിർത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, വ്യക്തമാണ്. റാണീശ്വരൻ, ഇപ്പോൾ നോക്കൂ, ഈ പഴയകാല സിനിമകളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അവിടെയൊക്കെ തന്നെ ഒരു എന്താണ് മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അന്തമുണ്ട്. അവർ വൈകുന്നേരം അവരുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അവർ വീടുകളിലോ അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലോ പോയിരുന്ന് മദ്യപിച്ച് രാവിലെ കൃത്യസമയത്ത് ഷൂട്ടിങ്ങിന് വരുന്ന ആളുകളുമുണ്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ ഒരു ഇതിലേക്ക് വരുമ്പോൾ തലേന്നിരുന്ന് ലഹരി അടിച്ച് കയറ്റുകയാണ്. സിനിമാ സെറ്റിൽ പോലും കൃത്യസമയത്ത് വരുന്നില്ല. എത്രയോ സിനിമകൾ അങ്ങനെ മുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഹസീബ് മലബാർ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം. വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ശ്രീനാഥ് ഭാസി വിളിക്കുകയാണ്. എന്താണ്, എനിക്ക് അടിച്ചേ പറ്റുള്ളൂ ലഹരി. എന്നിട്ട് എന്താണ്, വരുന്നില്ല, മാന്യമര്യാദയ്ക്ക് വരുന്നില്ല സെറ്റിലേക്ക്. അപ്പോൾ ഒരു പ്രൊഡ്യൂസറുടെ വേദനയാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. ആ സിനിമ എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കണം എന്നിട്ട് പറയാമെന്ന് വെച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് പേർ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ പ്രൊഡ്യൂസർമാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരം ആളുകളെ നമുക്കിനി വേണ്ട, ഇങ്ങനെ എന്താ പറയുക, നമുക്ക് കുലം കുത്തികളായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ഈ സിനിമയെ നശിപ്പിക്കുന്ന ആളുകളെ വേണ്ട എന്ന് നിങ്ങൾക്കൊരു നിശ്ചയദാർഢ്യത്തോടെ ഒരു തീരുമാനം എടുത്താൽ പോരെ? ഇങ്ങനെ പരിപോഷിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ടി വരില്ലേ സംഘടനയ്ക്ക്? തീർച്ചയായിട്ടും ഇപ്പോൾ സംഘടന ഏകദേശം അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് എത്തി എന്ന് വേണം പറയാൻ. കാരണം ഇത്തരം ചർച്ചകളും ഇത്തരം കൂടുതൽ ആളുകളുടെ പ്രതികരണവും വരുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വളരെ സഹായകമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ICയുടെ ഒരു കാര്യം വന്ന് നമ്മൾ ഈ മോണിറ്ററിംഗ് കമ്മിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പേര് പല കാര്യങ്ങൾ നമുക്കത് പുറത്ത് പറയാവുന്നതല്ല, പക്ഷേ കുറേ പേര് ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് നമ്മളെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള കാര്യം. അത് കൃത്യമായി തന്നെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരും ഓരോ സംഘടനയുടെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ ഇനി കളക്റ്റീവായിട്ട് അങ്ങനെ ഒരു തീരുമാനം, ഇപ്പോൾ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു നമ്മൾ ഒരാൾക്ക് തിരുത്തപ്പെടാനുള്ളൊരു അവസരമാണ് കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും അതെ. നമ്മൾ വീട്ടിലെ ഒരാളെ ഇപ്പം എന്ത് പറഞ്ഞാലും നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു കുട്ടി ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് തെറ്റ് പറ്റിയത്, അത് ഞാൻ ഏത് രീതിയിൽ തിരുത്തണം, അതിൽ എൻ്റെ പങ്ക് എന്താണെന്നല്ല ചിന്തിക്കുക. എൻ്റെ മോൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് എൻ്റെ വളർത്തുദോഷമായിട്ട് വരുമല്ലോ. അപ്പോൾ എന്തും കണ്ണടച്ച് ഞാൻ അവനെ ന്യായീകരിക്കാം എന്നുള്ള പോലെയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിലും അത് കണ്ടുവരാറുണ്ട്. ചില ഫ്രണ്ട്ഷിപ്പ്, ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ഷൈനെ അറിയുന്ന ഒരാളാണ് ഞാൻ. അന്നത്തെ ഷൈൻ ഇങ്ങനെ അല്ല. കാരണം അന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയി വന്ന് പിന്നെ മെല്ലെ സിനിമയിലേക്ക് കയറി സിനിമ കിട്ടി. അതാണ് നമുക്കും അത്ഭുതം. ആ കണ്ടിരുന്ന ഷൈനെ നമുക്ക് ഇപ്പോഴും മനസ്സിൽ ഫ്രഷ് ആയിട്ടുണ്ട്. ആ ഷൈൻ പെട്ടെന്നൊരു ദിവസം ഷൈൻ മറ്റൊരാളാവുകയാണ്. ഈ വേദനയോടെയാണ് ഇതിരുന്ന് സംസാരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇന്നലെ ഒന്നും ഞാൻ അയാളുടെ പേര് പോലും പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വല്ലാത്തൊരു വേദനയുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജോലി ചെയ്തുകൊണ്ട് തിരുത്തപ്പെടൂ എന്ന് പറയുമ്പോൾ ആ തിരുത്തലിന്റെ ആവശ്യം മനസ്സിലാവാതെ കണ്ടറിഞ്ഞ് ഈ സഹപ്രവർത്തകരായ സിനിമാ താരങ്ങൾ നേർവഴിക്ക് 1 അല്ലെങ്കിൽ 6 7 മാസമോ 1 വർഷമോ ഒന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് ചികിത്സിക്കാനോ അല്ലെങ്കിൽ നേർവഴിക്ക് നടത്താനോ ആരെങ്കിലും പറഞ്ഞതായി അറിയാമോ? അങ്ങനെ പറഞ്ഞതായിട്ട് അറിയില്ല. അവിടെ എവിടെയും പറഞ്ഞ് കേട്ടിട്ടുമില്ല. പക്ഷേ മറ്റൊരു യുവതാരത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയും അയാളും ഇതേപോലെ ഒരു ചെറിയ കാലയളവിൽ നമുക്ക് വളരെ സ്ട്രേഞ്ചായിട്ട് പെരുമാറുകയൊക്കെ ചെയ്തിരുന്നല്ലോ. പക്ഷേ അത് കഴിഞ്ഞ് അയാൾ കുറച്ചൊരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വന്നത് ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ച, നമ്മൾ ആഗ്രഹിച്ച ആ ഒരാളായിട്ടാണ്. അങ്ങനെ ഒരു എക്സാമ്പിൾ നമ്മുടെ മുന്നിൽ കിടക്കുന്നല്ലോ. പിന്നെ അതുപോലെ ഈ ഷൈനെ തന്നെ ഇപ്പം എനിക്കൊക്കെ വളരെ മിനിമലാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത്. അതിനേക്കാൾ അദ്ദേഹത്തെ അറിയുന്ന ആളുകളുണ്ട്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു രൂപമാണ് വരിക. ആ ഒരു
ആ പെരുമാറിയിരുന്ന ആ ഷൈനാണ് വരിക. അപ്പോൾ ഇതൊക്കെ പറയേണ്ടി വരുമ്പോഴും ഇതിൻ്റെ ഭാഗമായിട്ട് ഇരിക്കേണ്ടി വരുമ്പോഴും ഒരുപാട് സങ്കടമുണ്ട്. ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഞാൻ വിൻസിയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ആ കുട്ടി ഇത് പറഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞൊരു കാര്യം, അയാളുടെ ഭാവി ഇല്ലാതാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ചേച്ചി. കാരണം അയാൾ കുറച്ചു കാലം അയാളൊന്ന് മാറിയിരിക്കട്ടെ, അയാൾക്കൊന്ന് സ്വയം ചിന്തിക്കാനും ഒന്ന് തിരിച്ചു വരാൻ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടോ എന്താണെങ്കിലും അത് കഴിഞ്ഞിട്ട് അയാൾ പഴയതിലും ഭംഗിയായിട്ട് തിരിച്ചു വരട്ടെ. കാരണം അയാളൊരു നല്ല പെർഫോമറാണ് എന്നാണ് വിൻസി എന്ന് പറയുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള കുട്ടി സംസാരിച്ചത്. അതിനെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനിയെങ്കിലും സംഘടനകൾ, കാരണം നമ്മൾ ഈ ചില സാധനങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ, അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നത് അവരെ സപ്പോർട്ട് ചെയ്യല്ല, സത്യത്തിൽ അവരെ വീണ്ടും കൂടുതൽ നാശത്തിലേക്കും പടുകുഴിയിലേക്കും തള്ളിയിടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെ നമുക്ക് സ്നേഹമെന്ന് പറയാൻ പറ്റില്ല, നമുക്കതിന് വാവ് എന്ന് കൈയടിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ അമ്മയെക്കുറിച്ച് പറഞ്ഞു. അമ്മ എന്ന് പറയുന്നത് വളരെ ശക്തമായി തന്നെ അവരുടെ സംഘടനയിലെ ആളുകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സംഘടനയാണ്. അവരെന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റിയൊക്കെ വന്നതിന് ശേഷം ഈ പറയുന്ന IC കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പം അമ്മയ്ക്ക് മാക്സിമം ചെയ്യാൻ പറ്റുക അവരുടെ സംഘടനയിൽ നിന്ന് വിലക്കാനേ സാധിക്കുള്ളൂ. ബാക്കി സിനിമയിൽ നിന്ന് വിലക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാ സംഘടനകളും കൂടിയിരുന്ന് തീരുമാനിച്ച് മാത്രമേ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. തീർച്ചയായും റാണി പറഞ്ഞത് വളരെ പ്രായോഗികമായൊരു നിലപാടായി എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ തീർച്ചയായും നമ്മൾ ആരെയും വിലക്കുകയോ ഒരാളെ വിലക്കിയങ്ങ് ആജീവൻ എന്നല്ല. അദ്ദേഹത്തെ നേർവഴിക്ക് നയിക്കാൻ കുറച്ച് സമയം കൊടുക്കണം. ആ കൊടുക്കേണ്ടത് കൊടുക്കാത്ത സമയത്ത് കൊടുത്തില്ല എന്നതിൻ്റെ ഫലമാണ് നമ്മൾ കാണുന്നത്. ചർച്ചയിലേക്ക് തിരികെ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ നമുക്കറിയാമല്ലോ, അതിൽ പ്രതിപാദിച്ച ലഹരിയുമായി ബന്ധപ്പെട്ട് ഇത് ഇടചേർന്ന് കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സർക്കാർ വലിയ രീതിയിൽ ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു അറ്റൻഷൻ കൊടുത്തു. പക്ഷേ ഈ ലഹരിയുടെ കാര്യത്തിൽ അത്രത്തോളം അറ്റൻഷൻ പോയോ? കാരണം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ ഒരു ഇടവേളയിൽ അവർ തന്നെ മുന്നോട്ട് വന്നു. അവർ പറയുകയാണ് നിങ്ങൾക്ക് പരിശോധിക്കാം, നിങ്ങൾക്ക് പക്ഷേ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടും ഈ സംവിധാനങ്ങൾ ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ ഒരു പോക്ക് ഈ സിനിമാ മേഖല കേന്ദ്രീകരിച്ച്, ബാക്കി ഇപ്പോൾ നമുക്കറിയാം എല്ലാ സ്പെഷ്യൽ ഡ്രൈവൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്, എല്ലാ ഇടങ്ങളിലേക്കും പരിശോധനകൾ പോകുന്നു. പക്ഷേ അങ്ങനെ ഒരു ജാഗ്രത കുറവ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തായിരുന്നു? ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മീഷൻ തന്നെ നമ്മൾ സെറ്റ് ചെയ്തത് ഒരു എയിം ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് സ്ത്രീകൾക്ക് തൊഴിൽ സ്ഥലത്ത് വളരെ നേരം ചൂഷണങ്ങൾ നടത്താതെ സ്വതന്ത്രമായി സമാധാനപരമായി തൊഴിലെടുക്കാനുള്ള ഒരു ഇടം സംജാതമാക്കുവാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ചെയ്തത്. അപ്പം സ്ത്രീകളുടെ നേരെ നടക്കുന്ന ലൈംഗികമായിട്ടും അല്ലാതെയുമുള്ള ഹറാസ്മെന്റുകൾ, ഈവൻ കൂലി കൊടുക്കുന്ന കാര്യത്തിൽ പോലുമുള്ള വ്യത്യാസങ്ങൾ, അവരുടെ ശമ്പളത്തിന്റെ വ്യത്യാസങ്ങൾ എല്ലാം തന്നെ കാണുമ്പോൾ അതിന്റെ എല്ലാത്തിനും കാരണം ഈ നർക്കോട്ടിക്സ് ആണ്, അല്ലെങ്കിൽ മദ്യമാണ്, ലഹരിയാണ് എന്നല്ല ഹേമ കമ്മീഷൻ കണ്ടെത്തിയത്. നർക്കോട്ടിക്സ് അതിന്റെ ഭാഗമായി തന്നെ ഉണ്ട്, അത് സ്ത്രീകളും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഹേമ കമ്മീഷൻ കണ്ടെത്തിയില്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഇവിടുത്തെ ഒരു വലിയ വിഷയം എന്ന് വെച്ചാൽ ഷൈൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ നടി കൊടുത്ത പരാതി എന്ത്, അവരെ നേരെ നടത്തിയിട്ടുള്ള ലൈംഗികമായിട്ടുള്ള അധിക്ഷേപമാണ്. അത് അവർ പരാതി കൊടുത്ത് പരാതി പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാലും അത് 79 ഭാരതീയ ന്യായ സംഹിത പ്രകാരം അത് കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. പോലീസ് നേരിട്ട് നടപടിയെടുക്കാവുന്ന കേസാണ്. പോലീസ് ക്യാൻ ഗോ ഓൺ ഇറ്റ്. പിന്നെ അവരുടെ മൊഴി വന്നോ മറ്റു തെളിവുകളൊക്കെ പിന്നീടാണ്. സോ ദേ ക്യാൻ ലോഡ്ജ് ആൻ FIR ആൻഡ് പ്രൊസീഡ് വിത്ത് ദ കേസ്. അതൊരു ഭാഗം. രണ്ട്, ഇങ്ങനെ ചെയ്യുന്ന ഷൈൻ ആ സമയത്ത് ലഹരിയിലായിരുന്നോ, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, ലഹരി എവിടെ നിന്ന് കിട്ടി, ഷൈൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണോ, ആരാണ് ലഹരി ഷൈന് കൊടുത്തത്? എന്റെ ബ്ലഡില് ലഹരി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ലഹരി ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോ എന്റെ ബ്ലഡിൽ ലഹരി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എന്നെ മാറ്റി നിർത്താം. എന്നെ പലതിൽ നിന്ന്, സിനിമയിൽ നിന്ന് മാറ്റി നിർത്താം, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താം. അതൊരു റൂൾസ് ആൻഡ് റെഗുലേഷന്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് തീരുമാനമെങ്കിൽ അത് എല്ലാവരിലും അപ്ലിക്കബിൾ ആവും. അത് ഞാൻ പറഞ്ഞ ബ്രീത്ത് അനലൈസർ അടക്കം വെച്ച് എല്ലാതരം ലഹരിയിൽ നിന്നും മനുഷ്യരെ മാറ്റി നിർത്തിയിട്ട് അവര് സിനിമാ മേഖലയിൽ വന്ന് പണിയെടുക്കട്ടെ എന്ന് തീരുമാനമെടുക്കട്ടെ. ഇപ്പോൾ എന്താണ് പോലീസ് നോട്ടീസ് നൽകി വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നിയമപരമായ രീതിയിൽ നിയമപരമായ സാധ്യത ഇക്കാര്യത്തിൽ നിയമപരമായിട്ടും അല്ലാതെയും ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ്? കോഗ്നൈസബിൾ ഒഫൻസിലെ പ്രതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നോട്ടീസ് നൽകി വിളിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്ത് ചോദ്യം ചെയ്യുന്ന പ്രതി ലഹരിക്കടിമയാണ് എങ്കിൽ അയാളുടെ മൊഴി എത്രത്തോളം എടുക്കാൻ പറ്റും അത് പോലീസ് എന്തായാലും പരിശോധിക്കാതെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അയാളെ ഒരു നർക്കോ അനാലിസിസ് ടെസ്റ്റിന് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി ടെസ്റ്റിന് വിധേയമാക്കാൻ പോയപ്പോഴാണ് ഷൈൻ ഓടി രക്ഷപ്പെട്ടത്. അപ്പൊ ഷൈൻ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളത് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഷൈൻ അല്ല ഓടി രക്ഷപ്പെട്ടത്. ഒരു നോട്ടീസ് പ്രകാരം വിളിച്ചു വരുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓടി രക്ഷപ്പെട്ടത്. അപ്പൊ ഷൈൻ എത്രത്തോളം ഓടി രക്ഷപ്പെട്ട ആ ആക്ഷൻ ഷൈനെ പ്രതിയാക്കും. മൊഴി കൊടുക്കുന്ന സമയത്ത് കോഗ്നൈസബിൾ ഒഫൻസിലെ പ്രതിയാണ്.
അപ്പൊ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടോ എന്ന പരിശോധനയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് നാർക്കോ ടെസ്റ്റ് കൂടി നടത്തുന്നത്. അപ്പോൾ നാർക്കോ ടെസ്റ്റ് നടത്തി ഇത് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ഷൈൻ പറഞ്ഞ്, ഷൈൻ ഉപയോഗിച്ചതിനെ കുറിച്ച് സംസാരിച്ച് അതിന്റെ സോഴ്സ് പറഞ്ഞ് അങ്ങനെയാണ് അത് പിടിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പൊ പോലീസും കുറച്ച് പ്രശ്നത്തിലാണ്. ഇനി പോലീസിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ സഹായിച്ചിട്ടാണോ ഷൈൻ ഓടിപ്പോയതെന്ന് പോലും നമുക്ക് അറിയില്ല. കാരണം ഇത്രമാത്രം ബന്ധവസ്തുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഷൈനെ പോലെ ഒരാൾക്ക് ഓടി രക്ഷപ്പെടാൻ സാധിക്കുന്നത് എന്നതും കൂടി നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നടിയും നടിയോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള സഹപ്രവർത്തകരും മറ്റാളുകളോടും ഷൈൻ മോശമായി പെരുമാറുകയും സെക്ഷൽ ഹറാസ്മെന്റ് നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കും? ഒരു ഭാഗത്ത് ഒരു ഇഷ്യൂ. രണ്ടാമത്തെ ഇഷ്യൂ, ഷൈനും ഷൈനെ പോലെയുള്ള ആളുകളും സിനിമയിൽ നടത്തുന്ന ഈ നർക്കോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഇടപാടുകളും അവിടെ ആ സെറ്റിൽ വെച്ച് ഉപയോഗിക്കലും സിനിമയിൽ അത് ഉപയോഗിക്കുന്നതും ഒന്നും നിസ്സാര കാര്യമല്ല. ഇതെല്ലാം തന്നെ സിനിമയിലും ഉണ്ട്. ഇത് ഭാവി തലമുറയിലേക്ക് അത് കൈമാറുന്നുണ്ട്, സ്വാഭാവികമായി മാറ്റുന്നുണ്ട്, പ്രചരണമാക്കി മാറ്റുന്നുണ്ട്. ഈ സംഗതികളുടെ പ്രൊപ്പഗാൻഡയാണ് ഇതെല്ലാം തന്നെ. അപ്പൊ അത്തരം ഒരു സോഷ്യൽ കൺസേൺ കൂടി ഇതിനകത്തുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയാണ്, കലയ്ക്ക് വേണ്ടിയാണ്, വ്യവസായമാണ്, ലാഭം ഉണ്ടാക്കാനാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മള് അതിനെ ഒരു ഇല്ലീഗൽ സംഗതിയെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമയാകുമ്പോൾ ഇതൊക്കെ നടന്നു പോകും, ഇതൊക്കെ ഭാഗമാണ് എന്ന ചിന്ത പാടില്ല, സംഘടനകൾക്കും പാടില്ല എന്നുള്ളതാണ്. നമ്മൾ സമയക്കുറവുകൊണ്ടാണ് ശ്രീ അവസാനമായി ശ്രീ രാഹുൽ ഈശ്വർ, ഒരുപാട് പേരെ നമ്മൾ നേരിന്റെ വഴി കൊണ്ടുവന്നതായിട്ട് പല എക്സൈസ് ഓഫീസർമാരും അവരുടെ സർവീസ് സ്റ്റോറികൾ സംബന്ധിച്ചും ആ കാലഘട്ടത്തേക്ക് ഒരുപാട് പേരെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഷൈനെയും പഴയ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പ്രതിഭയുടെ രൂപത്തിലേക്ക് കൊണ്ടുവരണം. നിയമപരമായി ഈ സിനിമയിലെ ഈ വിപത്തിനെ തടയുകയും വേണം. ചുരുക്കി മറുപടി. നമ്മുടെ സഞ്ജയ് ദത്തിന് സംഭവിച്ചത് എന്താ? ഏറ്റവും ഇന്ത്യ കണ്ട പ്രഗത്ഭനായ സുനിൽ ദത്തിന്റെയും നർഗീസിന്റെയും മകനായ സഞ്ജയ് ദത്തും തെറ്റിന്റെ വഴി പോയല്ലേ? നമ്മുടെ രൺബീർ കപൂർ അല്ലെങ്കിൽ ഫർദീൻ ഖാൻ, എത്രയോ പ്രഗത്ഭരായ നടന്മാരങ്ങനെ തെറ്റിന്റെ വഴി പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ മാധ്യമങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ്. കാര്യം ഒരു പ്രഷർ പൊതുസമൂഹത്തിൽ വേണം. ഞാൻ സത്യസന്ധമായി പ്രാക്ടിക്കലി പറയുകയാണ്. ഒരു ഫിയർ വേണം, ഒരു പ്രഷർ വേണം. ആൾക്കാർക്ക് ഞാനിത് ഉപയോഗിച്ചാൽ തെറ്റാണ്, എനിക്ക് പണി കിട്ടുമെന്നുള്ള ചിന്ത വേണം. എല്ലാ കാര്യങ്ങളും അവയർനെസ്സിലൂടെ ശരിയാക്കാൻ പറ്റണമെന്നില്ല. അപ്പം ചിലപ്പോൾ ഒരു ഭയം വേണം, ലോയുടെ ആക്ഷൻ വേണം. അപ്പൊ ഇതൊരു 2-handed അപ്രോച്ച് ആണ്. ഒരു കയ്യിൽ അവയർനെസ് ആണെങ്കിൽ മറു കയ്യിൽ ആക്ഷൻ ആണ്. ഒരു കയ്യിൽ ബോധവൽക്കരണമാണെങ്കിൽ മറു കയ്യിൽ വടിയാണ്. ബോധവൽക്കരണവും വേണം, വടിയും വേണം. ഇത് രണ്ടും വെച്ച് നമുക്ക് ലഹരിയെ ഇല്ലാതാക്കണം, മാക്സിമം കുറച്ചുകൊണ്ട് വരണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിന് മാധ്യമങ്ങൾ, പൊതുസമൂഹം, പോലീസ്, സിനിമാ സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. കാര്യം ഈ വിഷയം കുട്ടിക്കളിയല്ല, നമ്മുടെ വരും തലമുറകളെയും കുട്ടികളെയും ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വർ, റാണി ശരണ്ണും അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ പ്രതികരിച്ചതിന്.